മെറ്റാ ആഡ്സ് ആണെങ്കിലും ഗൂഗിൾ ആഡ്സ് ആണെങ്കിലും ഇതൊക്കെ ഇപ്പോൾ ത്രൂ MCP വഴി നമുക്ക് ക്ലോഡ്, ചാറ്റ് GPT, ജെമിനി ഇങ്ങനത്തെ ടൂൾസുമായിട്ടൊക്കെ കണക്ട് ചെയ്യും. പലപ്പോഴും ഇതിന്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല. ആക്ച്വലി നമുക്ക് കൂടുതൽ ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പെട്ടെന്ന് ലേൺ ചെയ്യാനും അതിനനുസരിച്ച് നമ്മളെ ക്യാമ്പയിൻസിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും. പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഇത് എൻറ്റയർലി കണക്ട് ചെയ്യുന്നത് മതി, കംപ്ലീറ്റ് നമുക്ക് ഓട്ടോമാറ്റഡ് ആയിട്ട് സെറ്റ് ചെയ്യാനുള്ളതാണ് നമ്മളൊരു പർപ്പസ് എന്നുള്ളത്. നമുക്ക് അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും പല ടൂളുകളിലും ഉണ്ട്, പലതിനും ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മളിത് മെയിൻലി യൂസ് ചെയ്യേണ്ടത് നമുക്കിത് എന്തൊക്കെ ഡാറ്റ നിന്ന് പഠിക്കാൻ പറ്റും, അതായത് വലിയൊരു ഡാഷ്ബോർഡ് ത്രൂ നമ്മൾ പോയിട്ട് ഒരു ഡാറ്റ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുന്നതും ഈ ടൂളുകൾ നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ നമുക്ക് പറഞ്ഞു തരുന്നതും, അല്ലെങ്കിൽ ഒരു ക്യാമ്പയിനിൽ ഇവിടെയൊക്കെ നമുക്ക് പ്രശ്നങ്ങളുണ്ട്, ഇവിടെയൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ കൂടുതൽ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ടിങ്, ഈ ഒരു ക്ലയന്റിന് കൊടുക്കുന്ന റിപ്പോർട്ടിംഗ് ഒന്നുകൂടെ ഫാസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമുക്ക് ഡാറ്റ വിഷ്വലൈസേഷൻ എൻ്റയർലി ഈ ഒരു പർപ്പസിനാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത്. പല ആളുകളും വന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് കംപ്ലീറ്റ്ലി ആഡ് ആൻഡ് ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പണിയൊക്കെ എളുപ്പമാവില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റർ അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റർ ഇങ്ങനെ കൊടുത്തിട്ട് പിന്നെ ഇരുത്തിയിട്ടുള്ളത്? നമുക്ക് ശരിയാണ് നമ്മളെ ഭാരം കുറക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ടൂളുകൾ തന്നെയാണ്, പക്ഷേ ഇതൊക്കെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് തിങ്ക് ചെയ്യുക. കാരണം ഇതാണോ ഇതിന്റെ മെയിൻ പർപ്പസ്, അതോ നമുക്ക് ഇതൊന്നുകൂടെ ബെറ്റർ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് തന്നെ ആഡ്സ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടെ റിസൾട്ട് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പലരും അക്കൗണ്ടിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇതിന്റെ കാര്യങ്ങൾ. ഞാൻ ഇതുവരെ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസിന്റെ അടിയിൽ ഞാൻ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഇത് വെച്ചിട്ട് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ചെയ്യാൻ പറ്റും, പിന്നെ എന്തിനാണ് AI ടൂൾസ് ഒക്കെ എടുക്കുന്നത്? ഇത് ആക്ച്വലി നമുക്ക് ഡാറ്റ കൂടുതൽ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാനും അത് വെച്ചിട്ട് നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.